ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ലഞ്ചിന് വേണ്ടിയിട്ടുള്ള 2-3 കറികൾ വയ്ക്കുവാണ്. അതിലൊന്ന് അച്ചിങ്ങ തോരൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ചിരകിയത്, അതിൽ കുറച്ച് വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പ്. ഇതൊക്കെ ഇട്ട് മിക്സിയിൽ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കോക്കനട്ട് ഓയിലാണ് ചേർക്കുന്നത്. അതിലേക്ക് കുറച്ച് കടുകിട്ടു. അത് പൊട്ടിയ ശേഷം ഇനി നമുക്ക് അരച്ച് വെച്ച എല്ലാ കൂട്ടും ഇതിനകത്തോട്ട് ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ പയർ അല്ലെങ്കിൽ അച്ചിങ്ങ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി കുറച്ച് സമയം ഇതിനെ മൂടി വെച്ച് വേവിക്കാം. നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്ത് നമ്മൾ ഒരു കുക്കുംബർ കറി ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ചിരകിയത്, 2 പച്ചമുളക്, കുറച്ച് ജീരകം, പിന്നെ കുറച്ച് ഉപ്പ്, കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഇതിനെ അരച്ചെടുക്കാം. അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് കുക്കുംബർ എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിനെ നമുക്ക് ചൂടാക്കാം. ഇപ്പോൾ കുറച്ച് വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ കുക്കുംബർ. എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ അരച്ച് വെച്ച അരപ്പെല്ലാം കൂടി ചേർക്കാം. കുറച്ച് കടുക് പൊട്ടിച്ച് നമുക്ക് അതിനകത്തോട്ട് ചേർക്കാം.
അടുത്തത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോവക്ക ഫ്രൈ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോവക്ക ഇങ്ങനെ കട്ട് ചെയ്ത് രണ്ടായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. രണ്ടായിട്ട് കട്ട് ചെയ്ത ശേഷം അതിനകത്ത് കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനകത്തോട്ട് നമുക്ക് എല്ലാ കോവയ്ക്കയും ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കോവക്ക ഫ്രൈ എല്ലാം ഏകദേശം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഫിഷ് കറി ആയിരുന്നു വെച്ചത്. അപ്പോൾ അത് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.